കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഒരു എഗ്ഗൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കാട്ടൺ പോലത്തെ ബോക്സ് ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ലുക്ക് ഉണ്ടാവും, കുറച്ച് കട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ നാട്ടിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട, നമ്മുടെ കടയുണ്ടല്ലോ, എഗ്ഗ് മേടിക്കുന്ന കടയിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രേ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ട്രേയിൽ നിന്ന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, ജസ്റ്റ് റൗണ്ട് പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് റൗണ്ട് പോലെ നമുക്ക് ഇങ്ങനത്തെ റൗണ്ട് പോലെയുള്ള ഷേപ്പ് അല്ല വേണ്ടെങ്കിൽ ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങനെയും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ചെയ്യില്ലേ, അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഹോൾ വേണം ഇവിടെ, അതെന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു നൂലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫിഷിംഗ് വയർ ഉണ്ടല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്, അതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ കോർത്ത് കൊടുക്കുക, താഴത്തെ ഭാഗം ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് കുറച്ച് ബീഡ്സ് ആണ് കേട്ടോ, കുറച്ച് വൈറ്റ് കളർ ബീഡ്സ് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമ്പർ നമുക്ക് ഇടാം. അപ്പോൾ നല്ല രസമാണ്, ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഇതിന് നമ്മൾ ലാസ്റ്റ് കളറൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഫുൾ കളർ ഇങ്ങനെ മതി എന്ന് വെച്ചു, പിന്നെ നമ്മൾ കളറൊക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരിക കേട്ടോ ഇടുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് ആ ബീഡ് ഒരുപാട് ഉള്ളിലോട്ട് പോലും അത് വേണ്ട. അപ്പോൾ ഇതേപോലെ പിടിച്ചിട്ട് ഏകദേശം എവിടെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അതായത് ഇങ്ങനെ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു എഗ് ട്രേയുടെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്, അതിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് എന്താണ് കയറി പോവില്ല. അപ്പോൾ ആ ബീഡ് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ആ ഒരു ലെവൽ നോക്കി ഇടുക കേട്ടോ. അപ്പോൾ ഒരു കോൺ പോലെ കട്ട് ചെയ്തെടുത്ത ആ ഒരു എഗ് ട്രേ ഇടുക, പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും ബീഡ് ഇടുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ കോർത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് അധികം ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും കുറച്ചും കൂടെ കോർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത്, ആ ബീഡിൻ്റെ ലെങ്ത്ത് കറക്റ്റായി കൊടുക്കുക. പിന്നെ അതേപോലെ ആ ഒരു ഇത് കട്ട് ചെയ്യുക കേട്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമ്മളൊരു സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ആ ഒരു തിക്നെസ്സിൽ കാർഡ്ബോർഡ് ആയാലും മതി കേട്ടോ. അത് കുറച്ചുകൂടെ നല്ലത് കാർഡ്ബോർഡാണ് കേട്ടോ. ഇതാദ്യം ഞാൻ കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് കാർഡ്ബോർഡ് മതിയെന്ന് തീരുമാനിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്കൊരു റൗണ്ട് പീസും കൂടെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ടൈപ്പൊക്കെ ചെയ്യാം, ഡയമണ്ടോ റൗണ്ടോ സ്ക്വയറോ എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം ഇത് നമ്മൾ ഒരു സൂചിയിൽ ആ ഒരു നൂലുണ്ടല്ലോ അത് കയറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ സ്ക്വയർ പീസും നമ്മൾ ഇതേപോലെ തന്നെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ കയറ്റുക. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു റൗണ്ട് പീസ് ഉണ്ടല്ലോ അതും കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഡിൻ്റെ നമ്പറൊക്കെ എല്ലായിടത്തും ഇട്ടതും ഒരുപോലെ ആവണം കേട്ടോ, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്വയർ പീസും അതുപോലെ തന്നെ റൗണ്ട് പീസും എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ക്വയർ ഇട്ട് കൊടുത്തു, അതിനുശേഷം റൗണ്ട് പീസും അതേപോലെ തന്നെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കോർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാർഡ്ബോർഡ് പീസാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടെ നല്ലത് കാർഡ്ബോർഡ് പീസിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കുത്തിയെടുക്കാനൊക്കെ ആയിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ ഇത് ഭയങ്കര തിന്നായതുകൊണ്ട് കുത്തി ഇങ്ങനെ എടുക്കുമ്പോൾ അതൊന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഹോളൊക്കെ വലുതാക്കി നൂലിട്ട് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതായി ഇതേപോലെ നമ്മുടെ ഡോറും ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറൊക്കെ കൊടുത്ത് ഇടുമ്പോൾ നല്ല രസമാണ് ഇതവിടെ. അപ്പോൾ ഇത് ഒരിക്കലും പറയില്ല കേട്ടോ, നമ്മുടെ എഗ് കാർട്ടൺ വെച്ച് ചെയ്തതാണെന്ന് പറയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഡോറിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ അല്ലെങ്കിൽ ഡോറിൻ്റെ ആ ഒരു നേരയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ കളറൊക്കെ ചെയ്തെടുത്തപ്പോൾ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്, പല ഷേപ്പുകളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും വരാം, ബൈ ബൈ.